ഹായ് ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും അഭിനവ് ഗെയിമർ 424-ൻ്റെ പുതിയൊരു വീഡിയോയും കാര്യങ്ങളും സ്വാഗതം. ഇതല്ല നമ്മുടെ വീഡിയോയും കാര്യങ്ങളും. ഗൈസ്, ബേബി നെല്ലോൻ്റെ പുതിയൊരു വീഡിയോയും കാര്യങ്ങളാണ് ഈ സമയം ഇന്ന് വന്നിരിക്കുന്നത്. ബേബി നെല്ലോൻ്റെ ലിഫ്റ്റും കാര്യങ്ങളും ഞെക്കിയിട്ടൊന്നും ഇന്നില്ല. ലിഫ്റ്റ് ഞാൻ നെക്കി ലിഫ്റ്റിൻ്റെ ബട്ടൺ കളയുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വിയേഡായിട്ടുള്ള സ്ഥലത്താണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടിരിക്കുന്നത്. മേളിട്ട് നമ്മളെന്താ ഡു നോട്ട് ഗോ അപ്സ്റ്റേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ ബേബി നെല്ലോ എന്ന് പറയുന്ന ഗെയിമിനെ മുട്ട വെച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാനൊരു മുട്ട പ്ലെയറാണ്. ഓപ്പൺ ചെയ്യാൻ എന്താ സംഭവിക്കുന്നു നോക്കാം. റെഡി 1 2 സ്റ്റാർട്ട്. സീൻ ഇതായിരുന്നു സംഭവം. ഈ മുട്ട കൊച്ച് എടാ എന്താണ് സംഭവിച്ചത്? പോണാ തുറക്കാം മുട്ട എന്നാലും വെറുതെ ഇന്ന മുട്ട ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ താട്ട് പോകാനും പറയുന്നത്. താട്ട് പോകാനല്ലേ പറഞ്ഞു. ഇതൊന്നും കണ്ണൊക്കെ ഇതു കണ്ണൊക്കെ ഉണ്ട് പോയി. മുട്ടയെടുത്ത് പിടിക്കാം. പാലും കുപ്പി കണ്ടില്ലേ? ഇതിനകത്ത് തന്നെ കണ്ണോ? പിന്നെ എന്നിട്ടും കണ്ണോടെ കണ്ണാ ബാത്റൂമിൽ തിന്നാണ് കണ്ണല്ല. കണ്ണ് ജീവായിരുന്നു. ഇതന്നെ കണ്ണാ? അയ്യോ മുട്ട ഞാൻ ഒട്ടിച്ച. എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? എൻ്റെ ജെട്ടി അന്നെ നിക്കറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത്? കണ്ണ് പോലത്തെ സാധനങ്ങൾ എൻ്റെ പറയാൻ വരുമോ? ഇത് നെക്കാനോ? ഓക്കെ സാറ് പറഞ്ഞ പോലെ 20 21 ഇതെന്നാ തീരാനാ? ഇതേപ്പാ അവിടെ തുറന്നെയാ ഒന്ന് പേടിയാവും. ഇതെന്നെ എഴുതി വെച്ച് ഒരു പാവക്കുട്ടി. ഇതെവിടെയാ പോകണ്ടേ? അപ്പം നമുക്ക് ഏതൊരു സ്ഥലത്തോട്ട് പോകാം. എത്ര മണി രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താണ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ലേ? അപ്പം ഗൈസ് എന്താണ് അത് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയെന്ന് പറഞ്ഞാൽ താങ്ക്സ് ഫോർ പ്ലേയിങ്. ഓക്കെ സാർ, ഓക്കെ ഈ കൊച്ചിനെ ഓക്കെ ഗൈസ്. പിക്സ്മാനും കാര്യങ്ങളാണ് ഗൈസ്. നമ്മുടെ റാബിറ്റിൻ്റെ പിക്മാനും കാര്യങ്ങളായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടിരിക്കുന്നത്. പിക്മാൻ്റെ ഇതാണ് ഗൈസ്. ഇത് കുറച്ച് പേടിപ്പെടുത്തുന്ന ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ദേഷ്യം വന്നു ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ നമ്മൾ ഫസ്റ്റ് എവിടെയായിരിക്കും ഇറങ്ങി ചെല്ലുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. നമ്മൾ ലിഫ്റ്റിൽ തന്നെയാണ്. ലിഫ്റ്റിൻ്റെ പറ്റി ഇത് ഉലുങ്ങുന്നേ. അയ്യോ എന്നെ ഇറക്കി വിട്. എന്ത് പോ? അയ്യോ ലിഫ്റ്റ് എന്താ പറ്റി? ലിഫ്റ്റിലാ കളഞ്ഞോ? എന്നെ ഇറക്കി വിടറാ. എന്നെ ഇറക്കി വിട്. അങ്ങോട്ടോ. എന്ത് വൃത്തിയുള്ള സ്ഥലം. കുറച്ച് നേരമായിട്ട് ഞാൻ വൃത്തിയില്ലാത്ത സ്ഥലം ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം വൃത്തിയുള്ള സ്ഥലം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? തുറക്കാൻ പറ്റുമോ? തുറന്നേ, എനിക്ക് ഉറക്കം വരുന്നു. ഇവിടെയാണോ ഈ പോകാൻ പറയുന്നത്? അവിടെ പോടാ. ചന്ദ്രൻ്റെ പൂട്ടിട്ട് പൂട്ടി. അവിടെ മുട്ട നീ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ മേടിക്കുന്നത്. ഒന്ന് കണ്ണാ അവിടെ നിന്ന് നിന്നെ മുട്ടായി തരാം. നില്ല മോനെ കുഞ്ഞെ ഞാൻ കണ്ടത് വെച്ചിട്ട് പിയാനോ വായിച്ചാലോ? സൂയി ഇവിടെ എന്ത് വെക്കണമല്ലോ. ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവിടെ കണ്ടിട്ട് പ്ലേ ചെയ്യുമ്പോഴാണെന്നാണെന്ന് തോന്നുന്നത് കൊച്ചിവിടെ വരണം. ഇതിട്ടാണോ? ഓറഞ്ച് കളറാണോ കൊച്ചിന് ഇഷ്ടം? എൻ്റെ മുട്ടത്തതിൻ്റെ ഇവിടെ പോടാ. ഒന്ന് ഓടാതിരിയടാ. നീ പൊട്ടിത്തെറിച്ച് പോകാതെ. നീ പയ്യെ പോ. ഞാൻ വന്ന് നിന്നെ പിടിക്കാം. നീ ഉള്ള ഇതന്നെ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ലേ, ഞാൻ പറ്റത്തില്ലാത്ത ചുമ്മാ അത് വെച്ചേക്കുന്ന. തണ്ണിമത്തങ്ങയോ ആണോ? ഞാൻ വറക്കാൻ പോവാ. വറുത്ത് തരാം വേണമെങ്കിൽ. നീ മേടിക്കണ്ട, എനിക്ക് വറുത്ത് തരാം. തണ്ണിമത്തങ്ങ വറുത്ത് വേണോ? വന്നേ കുഞ്ഞി. തീ വേണോ? നാശം കട്ടിനടി വരുന്നു. ദേ വേറെ സീഡി തെറ്റാണ് വരുന്ന. തിട്ടൊന്നും വരുന്നില്ലല്ലോ കൊച്ച്. ഇനി മോനെ വരാത്തേ. ഇതിവിടെ എങ്ങാണ്ട് വെക്കുന്ന സാധനമല്ലേ? ഒരെണ്ണം വെച്ച്. എനിക്ക് ചുമയാണ് വയസ്സ്, പനിയാണേ. പേടിപ്പെടുത്തുന്ന സമയത്ത് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകുമെന്ന് തോന്നുന്നു കേട്ടോ. BP എല്ലാം കൂടി പേടിയാണേ. മോനെ കുഞ്ഞെന്തി? ഇവിടെ കൊച്ചിനെ കാണുന്നില്ല. ഈ മുട്ടത്തലേന് ഇതെന്തി? ഇതാണോ പച്ച കളറല്ലേ? സെറ്റ്. ഇത് ഏതാ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. ഇത് പുതിയൊരു സ്ഥലവും കാര്യങ്ങളാണ്. ഈ കൊച്ചു കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ച് ഫ്രിഡ്ജിൻ്റെ മണ്ട
പാട്ട് പല്ലവി തലേന മുട്ട വെച്ചെറിയും. നോക്കിക്കോ, മുട്ട എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നീ അനങ്ങല്ലേ പോലെ പൊട്ടിത്തെറിച്ച പോലെ പോലെ ചേട്ടൻ വരട്ടെ. എടാ കൊച്ചനെ, നിന്നെ ഫ്രിഡ്ജിലിട്ട് മൂടാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴാണ് മൂടിയനെ. ആദ്യമേ ഇനി കുഴിയിലിട്ട് മൂടണം. ഇതൊന്നും തുറക്കാനൊന്നും പറ്റത്തില്ല. ഇത് എന്തിനാ വെച്ചേക്കണേ? എടാ മോനെ കുഞ്ഞേ, എടാ മോനെ ഇതേ പോയാ. അപ്പം എന്നാ ഓ അതേണ്ടേ ഇതെന്ത് സാധനമാണ്? ഇതും വെച്ചാ ഇനിയാണോ പിയാനോ വായിക്കണ്ടേ? ഒരെണ്ണം കൂടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ. പിയാനോ വായിക്കേണ്ട സമയമില്ലല്ലോ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെന്തി ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. ഇതെവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണോ? ഇതെന്നെ ചതുരപ്പെട്ടിയാ? ഇങ്ങനല്ലേ ഇരിക്കുന്നേ? തെറിപ്പിച്ച് ഇരുന്നാ ഇതല്ല. ഇത് നമുക്ക് തൂട്ടറിയാം. സ്റ്റാൻഡി വല്ലതും ഉണ്ടോ? ഇതെന്നാ എന്തിയേ? ഇവിടെങ്ങാനും കാണും. ഇതിനെ മുയൽ ഷോടാ. ഇത് എന്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ വാട്ടർമല കൊച്ചണിയ മേളുണ്ട്. അനിയാ ഇവൻ ഇന്ന് തല്ലി ഞാൻ തല പൊളിക്കും. എന്തിയവൻ? അവൻ പാട്ടിൻ്റെ സ്ഥലത്ത് നിന്നാ അവൻ വന്നാ പിന്നെ വായിക്കാൻ സമയമായോ? ഇതെന്ത് ഒരെണ്ണം കൂടെ വേണമെന്നോ? പ്ലേ ചെയ്ത പിയാനോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്താ പറയട്ടെ? ഓളയും കൂട്ടി വെച്ചേ. പ്ലേ എന്താണിത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കിതൊന്നും അറിയത്തുമില്ല. എനിക്കിങ്ങനെയുള്ള ആൾക്കാരോട് ജീവിക്കണ്ട. ഇത് എത്ര നേരം പ്ലേ ചെയ്തില്ലേ? പാട്ടിപ്പോഴാണ് കേൾക്കുന്നത്? ഈ പാട്ടല്ല മോനെ കുഞ്ഞേ, നീ ഈ പാട്ട് കേട്ടാൽ വരുവോടാ? വാടാ. ഇല്ല, അവന് ഭയങ്കര പിശുക്കൻ. പിന്നെ പച്ചരി ഇട്ട നമ്മൾ പോയി. ഓ മനുഷ്യനിട്ട് എന്താ മെനക്കെടുത്തല്ല ഈ കൊച്ചുകാർക്കനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറപ്പിക്കും. നോക്കിക്കോ. ഇതെന്താണ്? പാട്ട് വരുന്നില്ലേ? എന്താണ് പാട്ട് വരുന്നില്ലേ? ഉണ്ടല്ലോ. എടാ ഇവിടെ നിന്നൊരു മിസ്സിങ് പീസ് എവിടെ? മോനെ അത് കണ്ടോ? ആരുടെ പൂച്ചനെ എടുക്കണം. പൂച്ചനെ ടഫാണ്. ടോയ് ബോർഡ്സ് അൺലോക്ക്ഡ്. ഓക്കെ, എവിടെ മിസ്സിങ് പീസ് എവിടെ? അടുക്കളയിലാണോ? അടുക്കളയിൽ ഇതല്ലേ ഇരിക്കുന്നത്? കപ്പൊക്കെ എടുത്തെറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? പൊട്ടുന്നില്ല കപ്പാണോ? എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, സത്യം പറയാം. ഓൻ ഇതല്ലേ സംഭവം? ഇതല്ലേ ഇതിനെ അവിടെ കൊണ്ട് വെച്ചിട്ട് പിയാനോ വായിക്കാൻ പറ്റുമോ? എടാ മലനൂത്തി വീഴുന്ന വെയ് ഓ സെറ്റ്. ഇനി എന്നാ വേണം? പിയാനോ വായിക്കല്ലേ? എടാ ആ കൊച്ചിറക്കാൻ മണ്ട വന്നിരിക്കുന്നു. മോനെ എനിക്ക് തോന്നുന്നു ആ കൊച്ചിനെ എടുക്കാമെന്നാണ്. പിയാനോ വായിച്ചു വെച്ച് ഞാൻ അവിടെ പോവാ. ഇവിടെ എന്നെ പൊട്ടിത്തെറിച്ചേ? എടാ എന്നിട്ടല്ലേ പിടിക്കാൻ പറ്റുന്നില്ലേ? അതിണ്ടാ ഞാൻ പിയാനോ വായിച്ചു, നീ പാട്ടൊക്കെ കേട്ടൊന്നും പോരെ? ഈ ചെക്കൻ ഈ വള്ളിയാണല്ലോ ഇങ്ങനെ. അതെന്താണ് ചെയ്യണ്ടേ? ഒന്നുകൂടെ വായിച്ചാൽ വരുമോ? നീ ഒന്ന് പെട്ടെന്ന് ചാടി എടുക്കണോ നീ കൊച്ചിനെ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവും സത്യത്തില്ല. ഇനി ഒന്നുകൂടെ പിയാനോ വായിക്കണോ? എന്നിട്ട് ഞാൻ ഇനിയുണ്ട് എനിക്കൊന്നും പറ്റില്ല. സത്യം പറയാം, ഞാൻ ഈ കളി നിർത്താൻ പോവാണ്. ഇതും വെക്കണോ? ഈ സാധനം എടുത്ത് ഞാൻ തല്ലിപ്പൊളിക്കുന്നു. മര്യാദയ്ക്ക് ഒരു സകലം ഈ കൊച്ചാപ്പി അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. മനുഷ്യനിട്ടുണ്ട് എന്നാ വെക്കണോ അതിൽ? ഇതെന്ത് തുരങ്ക കളഞ്ഞു വന്ന്. അയ്യോ, ഈ ടണലിനകത്തോട്ട് പോയി കാണാൻ പേടിക്കുന്ന വല്ലതും ഉണ്ടോ? പോയേക്കാം, കണ്ണടച്ച് പോയേക്കാം. ഒന്നീ ഡൈവില്ലല്ലോ. എടാ എന്താണെടാ ഇത്? അയ്യോ ഇതെന്താണ്? എടാ ഇതെന്നെ ഇടിയുന്നോ? ആരൊക്കെയോ മന്ത്രിക്കുന്ന ഒച്ച. മന്ത്രിക്കല്ലേ? പുകയൊക്കെ വരുന്നോ? പേടിപ്പിക്കാൻ വേണ്ടി പുകയൊക്കെ. ഈ സീഡി വെച്ച് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. മഞ്ഞ കളർ, അവൻ്റെ മൊട്ടത്തല പോലത്തെ സീഡി. വരണേ കുട്ടൻ വന്നേ. വേണ്ടേ
ആ നിൻ്റെ കണ്ണെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാൽ എനിക്ക് രക്ഷപ്പെടണം മുന്നേ. നീ പറയുന്ന പോലല്ല കാര്യങ്ങൾ. ചേട്ടൻ ഇച്ചിരി ടഫ് മാച്ചാണ് കളിക്കുന്നത് നിൻ്റെ കൂടെ. എന്താണ് ഏട്ടാക്കി കയറി വന്നോ? തല തല്ലി പൊളിക്കും ഞാൻ. ആ ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? താഴോട്ടോ? താട്ട് പോകാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ സ്ഥലം. ദൂരെയാണോ താട്ട്? ഇതിനാ എടാ ഇതെന്താണ് ഇനി വള്ളി? എന്താ ഇതിൻ്റെ മയിലിൻ്റെ എന്താണ്? അങ്ങോട്ട് തന്നെ പോകണം. അതാണ് ഏതാണ്? അതാണ് എവിടെ? ഇവിടെ എങ്ങാണ്ടൊരു ഓപ്പൺ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഞാൻ അവസാനിക്കുമല്ലോ. ഇതെന്താ തോന്നുട്ടോ. ഇതന്നെ ഇതെന്തേണ്ട ഇവിടെ റെഡ് കളറിലെ സാധനവും പർപ്പിൾ അല്ല ബ്ലൂ കളറിലെ സാധനം. പൂച്ചേനെ എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ വിഷയം മാറുവേ. അവിടെ ഏതാണ്ട് വെക്കണമല്ലോ. അതെ ഈ സാധനം വെക്കണ്ടേ? ഓക്കെ നോ പവർ. ഓക്കെ പവർ വരാൻ എന്നാ ചെയ്യണ്ടേ? ഇവർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, പവർ വരും. ഇതൊന്നും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫുൾ പവറായിട്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. കൊച്ചിൻ്റെ പടം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നാ ഒരു പവർ ഇല്ലായിരിക്കും നമുക്ക്. ഈ സാധനം വെച്ചാലൊന്നും പവർ വരത്തില്ല. ഇവിടെയല്ലേ വെക്കണ്ടേ? ഓക്കെ സെറ്റ്. ഇനി എന്താ ചെയ്യണ്ടേ? നത്തോലി നീ ഇവിടെ വന്നോ? നിൻ്റെ മൊട്ടത്തല ഞാൻ കത്തിച്ച് കളയും. വെളിയിൽ പോടാ. ഇനി വേറെ പൂട്ടിയിടാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നീയാണോ വന്നേക്കുന്നത്? നത്തോലി നീ നത്ത് പിടിച്ച അയ്യോ ഞാൻ പൂട്ടിയിട്ട സ്ഥലത്താണ് ഞാൻ കൊണ്ട്. നിൻ്റെ സ്ഥലം ഇടുക്കിയിടാൻ വരൂടാ കുരങ്ങേ. ഈ കള്ളച്ചക്കൻ നമ്മുടെ സ്വന്തം പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ അളിയ എങ്ങനെ രക്ഷപ്പെടും? ഒന്നും അറിയില്ലല്ലോ, എനിക്ക് ഒന്നും അറിയില്ല സത്യത്തിൽ. ലോക്കാ കഴിഞ്ഞ ഈ ലോക്ക് എങ്ങനെയാണെന്ന് മാറ്റണം? ഓടണോ? എനിക്കൊരു ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം ലോക്ക് 17 അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ശരിക്കും വരണ്ടേ? എന്താണ് ഒന്നും അറിയില്ല ഗൈസ്. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഗൈസ്, ഞാനില്ലേ റെക്കോർഡ് ഓൺ ആക്കിയില്ല ഗൈസ്. പിന്നെ ഞാൻ ജയിച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് നോക്കിയത്. ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇത്ര ഉള്ളു. കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിട്ടുണ്ട്. എന്നാലും ഇത്ര നേരം നമ്മളങ്ങനെ എക്സിറ്റീവ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് ഓക്കെ ബൈ.